അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി 5ാം ക്ലാസ്സിലെ ദുറൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഫിഖ് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷ ദുറൂസിലെ ഫിഖാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ് എന്ത്? തവാഫ്. എന്താണ്? തവാഫ്. ഓക്കെ. ശേഷം വുളൂ സുന്നത്തുള്ള ഒരു കാര്യം കോപമുണ്ടാക്കുക. മറ്റ് ഓപ്ഷനുകൾ ഞാൻ വായിക്കുന്നില്ല, നമുക്ക് സമയം വിലപ്പെട്ടതാണല്ലോ. പുരുഷൻ തല മറക്കാതെ നിസ്കരിക്കൽ കറാഹത്ത്. ഹൈള് രക്തത്തിൻ്റെ കൂടിയ പരിധി എത്ര ദിവസം? 15 ദിവസം. ഓക്കെ. ചുരുങ്ങിയത് എത്ര? ഒരു ദിവസം. സാധാരണ 6-7. അപ്പോൾ കൂടിയത് 15 ദിവസം. ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്നതിന് എന്താ അറബിയിൽ പറയുക? ഹബ്ലന. അറബി ഭാഷയിലാവൽ ഖുത്ബയുടെ ഷർത്താണ്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ഒന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അറബിയുടെ റിവിഷൻ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ മീറ്റ് എടുക്കുക. നമുക്ക് എന്ത് ചെയ്യും, റിവിഷനുകളൊക്കെ നടത്താനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററിൽ ഉണ്ടാവുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ബി ആണ് ആൻസർ. ഖുത്ബയുടെ ഷർത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. ഡി ഖുത്ബയുടെ റുക്ന്. ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ ജമാഅത്തിൻ്റെ ഷർത്ത്. ക്രമപ്രകാരം ചെയ്യുക തയമ്മുമിൻ്റെ ഫർള്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ, അത് തയമ്മുമിൻ്റെ ഷർത്താണ്. ഒക്കെ അടുത്തത് വിട്ടത് പൂരിപ്പിക്കുക. അല്ലാഹു മഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. ഇന്നഹു ലാ യഹ്ദി. അവിടെ എന്താ വിട്ടുപോയത്? ലിസ്വാലിഹ. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിന്. അവിടെ എന്താ വിട്ടുപോയത്? മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ കസറാക്കി നിസ്കരിക്കാം. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ജമ്മു കസറൊക്കെ പറ്റുക എന്നാണ് ചോദ്യം. 132 കിലോമീറ്റർ. ഇത് വേറെ സ്ഥലത്ത് ചോദ്യമായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അടുത്ത പരീക്ഷയിൽ. 2 ഹൈലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധിയുടെ കാലം 15. ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ് വാജിബ്. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള മറ്റു വിധികൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ. മുബാഹിന് പറയുന്ന മറ്റൊരു പേര് ഹലാൽ അല്ലേ? പുരുഷന്മാരുടെ മുട്ട് മറയാത്ത ടൗസർ ഇട്ട് നടക്കൽ. മുട്ട് മറയാത്ത, ഔറത്ത് മറയാത്ത ടൗസർ ഇട്ട് നടക്കുന്ന വിധി എന്താണ്? ഹറാം. പാടില്ല, കുറ്റം കിട്ടും അല്ലേ? ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി. നമ്മുടെ പുസ്തകത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിസ്കാരം ഹറാമാണ്. ലോലീൻ എന്നതിൻ്റെ അർത്ഥം വൈപിയച്ചവർ. തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? 2. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് ഏതാണ്? തവാഫ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്? മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കൊണ്ട്. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എന്താണ്? എന്താണ് നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്? ജനാബത്തിൻ്റെ കുളി അല്ലെങ്കിൽ നിർബന്ധമായ കുളി, ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. വുളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? ആ മുറിവുള്ള അവയവം കഴുകേണ്ട സമയമാകുമ്പോഴേ തയമ്മം ചെയ്യാൻ പറ്റും. ഉദാഹരണം, നമുക്കൊരാളുടെ കാലിന് പൊട്ടി, കാലിൻ്റെ വലത് കാല് അല്ലെങ്കിൽ ഇടത് കാലാണ് പൊട്ടിയത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ
ആദ്യം നമ്മൾ ചെവി വരെ വുളു എടുക്കണം. വുളുവിൻ്റെ അവയവങ്ങളായ ചെവി വരെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തയമ്മം ചെയ്യേണ്ടത്. വലതുകാലാണ് പൊട്ടിയതെങ്കിൽ ചെവി തടവിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, തയമ്മം ചെയ്യാൻ പോവേണ്ടത്. ഓക്കെ. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇജാബത്ത്, പെട്ടെന്ന് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും ആകുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൻ്റെ അർത്ഥം എഴുതുക. നീ ഞങ്ങളെ നേരായ വഴിയിൽ സ്ഥിരപ്പെടുത്തണേ, നിർവയിൽ നടത്തണേ എന്നൊക്കെയാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് കരുതേണ്ടത്, നിയത്ത് വെക്കേണ്ടത്? ഞാൻ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നൊക്കെ കരുതാം. ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളിൽ 2 എഴുതുക. നെയ്യത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക. ആ പെട്ടിക്കോളത്തിലുള്ളത് മുഴുവനായിട്ടും എന്തായാലും പഠിക്കണം, ക്വസ്റ്റ്യൻ വരും. വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസ്സുകൾ അല്ലേ, ഭക്ഷണത്തിൽ ഇളവുള്ളതുണ്ട്, അതുപോലെ വെള്ളത്തിലുണ്ട്, നിസ്കാരത്തിൽ ഇളവുള്ളതുണ്ട്. അതൊക്കെ നിരുപാധികം ഇളവുള്ള നജസ്സുകളുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരും, പഠിച്ചു വെക്കുക. മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം, ഇതൊക്കെ വെള്ളത്തിൽ, ജലത്തിൽ എന്താണ് ഇളവുള്ള അഫുവുള്ള നജസ്സുകളാണ്. ഇനി എഴുതാനാണ്. അത് നിങ്ങൾ എഴുതണം. ശർഈയ 5 വിധികൾ നമുക്കറിയാം അല്ലേ. വാജിബ്, സുന്നത്ത്, കറാഹത്ത്, മുബാഹ്, ഇങ്ങനെയുള്ള 5 വിധികൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതുക. പിന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എളുപ്പമുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഖുതുബയുടെ ഭാഷ അറബിയിലായിരിക്കണം എന്നുള്ളതിന് തെളിവ് എന്താണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കുക കേട്ടോ. പിന്നെ ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്ത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ പറഞ്ഞതുപോലെ 5ാം ക്ലാസ്സിലേക്ക് നമ്മളൊരു ട്യൂഷൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതിൻ്റെ പോസ്റ്ററിലോ ഡിസ്ക്രിപ്ഷനിലോ ഉണ്ടായിരിക്കും.